1888 സെപ്റ്റംബർ 8 പ്രഭാതത്തിൽ സമാധാനമാകുന്ന നദിയിൽ മുങ്ങുന്നതായി യെശയ്യാ എനിക്ക് അനുഭവപ്പെട്ടു. എല്ലാ അനുഭവജ്ഞാനത്തിലും അതിശയിക്കുന്ന പ്രസ്തുത സമാധാനത്തോടെയാണ് ഞാൻ തൻ്റെ പരിപാവന വൃത്തങ്ങൾ ഉച്ചരിച്ചത്. യേശുവുമായുള്ള എൻ്റെ സംഗമം ഇടിമിന്നലിലൂടെ, അതായത് അസാധാരണ വരങ്ങളുടെ ഇടയിൽ അല്ലായിരുന്നു. പ്രത്യുത നന്മകളുടെ പിതാവ് വിശുദ്ധ ഏലിയാസ് മലമേൽ ശ്രവിച്ചതുപോലെ ഒരു മന്ദമാരുത ശിൽക്കാരത്തിലുള്ളതിൽ ആയിരുന്നു. കർമ്മലമഠത്തിൽ ചെന്ന ശേഷം വിവിധ രീതിയിലുള്ള ആശാനിഗ്രഹങ്ങളും പരാശ്രിത പ്രവർത്തനങ്ങളും ആരും ശ്രദ്ധിക്കാതെ അവൾ ചെയ്തിരുന്നു. ഉദാഹരണമായി, ഒരു സഹോദരി കൊന്ത ചലിപ്പിച്ച് ശബ്ദമുണ്ടാക്കിയിരുന്നപ്പോഴും മറ്റൊരു സഹോദരി അലക്കുമുറിയിൽ വെച്ച് അഴുക്കുവെള്ളം തെരേസയുടെ മുഖത്ത് തെറിപ്പിച്ചപ്പോഴും പ്രതികരിക്കണമെന്ന് തോന്നിയെങ്കിലും ഈശോയെ പ്രതി അതൊക്കെ ക്ഷമിക്കുകയാണ് ചെയ്തത്. സന്തോഷത്തോടെ നൽകുന്നവരെയാണല്ലോ കർത്താവ് ഇഷ്ടപ്പെടുന്നത്. മറ്റുള്ളവർക്ക് കൊച്ചുത്രേസ്യ സേവനം ചെയ്തിരുന്നപ്പോൾ യേശുവിനെ എന്ന പോലെയാണ് ചെയ്തിരുന്നത്. കർമ്മലമഠത്തിലെ സെൻറ്റ് പീറ്റർ എന്ന രോഗിണിയെയും വാർദ്ധക്യം മൂലം ചില പ്രത്യേക സ്വഭാവമുണ്ടായിരുന്ന സന്യാസിനിയെയും കൊച്ചുത്രേസ്യ സ്നേഹപൂർവ്വം പരിചരിച്ചു. ആ സമയത്തെപ്പറ്റി ഓർത്തുകൊണ്ട് കൊച്ചുത്രേസ്യ എഴുതുകയാണ്: 1000 വർഷത്തെ ഭൗമിക സന്തോഷങ്ങൾക്ക് പോലും പകരമായി പരസ്പര സ്നേഹത്തിനടുത്ത സേവനത്തിന് വിനിയോഗിച്ച ആ 10 മിനിറ്റ് സമയം ഞാൻ വെച്ചുമാറുകയില്ല. ഞാൻ എൻ്റെ സെൻറ്റ് പീറ്റർ സഹോദരിയെ താങ്ങിപ്പിടിച്ചുകൊണ്ട് പോയിരുന്നപ്പോൾ എന്തുമാത്രം സ്നേഹത്തോടെ ആയിരുന്നുവോ ആ സ്നേഹം നിർവഹിച്ചിരുന്നത്. യേശുവിനെ തന്നെയായിരുന്നു ഞാൻ അങ്ങനെ സഹായിച്ചിരുന്നെങ്കിൽ അതിലധികം സ്നേഹം കാണിക്കുക എനിക്ക് സാധ്യമായിരുന്നു. വിശുദ്ധ ഗ്രന്ഥത്തെ ആധാരമാക്കി വിശുദ്ധി എന്തെന്ന് മനസ്സിലാക്കി കൊച്ചുത്രേസ്യ തൻ്റെ അനുദിന പ്രവൃത്തികൾ വിരോചിതമായി ദൈവസ്നേഹത്തിൽ നിർവഹിച്ചു. അങ്ങനെ ചെറുപ്പം മുതലേ ആഗ്രഹിച്ചിരുന്ന സ്വപ്നഭൂമിയിൽ അവൾ ആനന്ദവും സമാധാനവും കണ്ടെത്തി. പുണ്യപൂർണ്ണത പ്രാപിക്കുന്നതിനോടൊപ്പം ലോകത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും ത്യാഗമനുഷ്ഠിക്കുവാനുമായിരുന്നു കർമ്മലമഠത്തിൽ പ്രവേശിച്ചത്. അതിനുശേഷം ഓരോ ദിവസവും അവൾ ചിലവഴിച്ചത് ഈ ലക്ഷ്യം പ്രാപിക്കുകയായിരുന്നു. നല്ലവനായ ദൈവം നിഷ്കളങ്കമായ അവളുടെ ആഗ്രഹത്തെ സഫലീകരിക്കുകയും അവിടെ ഒരു വലിയ മിഷണറിയും വിശുദ്ധിയുമാക്കി തീർക്കുകയും ചെയ്തതുകൊണ്ട് തിരുസഭ കൊച്ചുത്രേസ്യയെ അഖില ലോകം മിഷൻ മധ്യസ്ഥയായി പ്രഖ്യാപിച്ചു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ശംശിയായിരിക്കും സ്തുതിയായിരിക്കും.